തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് പോവുകയാണ്. പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി 5 ദിവസമാണ് തമിഴ്നാട്ടിലുള്ളത്. മണ്ഡല പുനർനിർണയമാണ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ DMKയുടെ മുഖ്യ പ്രചാരണായുധം. മക്കൾ നീതി മയ്യം അധ്യക്ഷൻ കമൽ ഹാസൻ MP ഇന്നു മുതൽ 20 വരെ DMK സഖ്യത്തിനായി ചെന്നൈയിൽ പര്യടനം നടത്തും. കേന്ദ്രമന്ത്രി അമിത്ഷാ, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരും വരും ദിവസങ്ങളിൽ തമിഴ്നാട്ടിലെത്തും. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. മനേഷ്, വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മണ്ഡല പുനർനിർണയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വരുന്നത്. അത് ADMKക്ക് BJP സഖ്യത്തിന് തമിഴ്നാട്ടിൽ വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. DMK അത് മുഖ്യ പ്രചാരണം ആയുധമായി വരുമ്പോൾ ഈ അവസാന ലാപ്പിലെ പ്രചാരണം അതെങ്ങനെയാണ് പോകുന്നത് തമിഴ്നാട്ടിൽ? അനൂപ്, അതായത് ഏറ്റവും ഒടുവിൽ കിട്ടിയ ഒരു ആയുധം അത് കൃത്യമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട് DMK. അത് സ്റ്റാലിൻ മറ്റൊരു തരത്തിലാണ് അത് ഈ പറഞ്ഞ രീതിയിൽ തമിഴ്നാട്ടിൽ അത് ഉപയോഗിക്കുന്നു. ഓരോ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും ഓരോ പ്രചാരണ യോഗങ്ങളിലും അതുപോലെ തന്നെ എല്ലാ ഇടങ്ങളിലും കൃത്യമായി അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ തുടങ്ങിയ കരിങ്കുടി ഈ പറഞ്ഞ പ്രതിഷേധം ഓരോ DMKയുടെ ഓഫീസുകളിലും അതുപോലെ തന്നെ ഭാരവാഹികളുടെ വീടുകളിലുമെല്ലാം കൃത്യമായി തന്നെ കരിങ്കൊടി ഉയർത്തണം എന്നുള്ളൊരു ആഹ്വാനം ഇന്നലെ ഉണ്ടായിരുന്നു. അതിനുശേഷം ബില്ല് കത്തിച്ച് പ്രതിഷേധിക്കാൻ വേണ്ടിയുള്ള ആഹ്വാനം ഇന്നും നാളെയും കൂടെ ഈ കരിങ്കൊടി പ്രതിഷേധം തുടരണം എന്നുള്ളതാണ്. സംസ്ഥാന വ്യാപകമായി തന്നെ അത് നടക്കുന്നുണ്ട്. അതിന് ഒപ്പമാണ് ഓരോ പ്രചാരണ യോഗങ്ങളിലും കൃത്യമായി തന്നെ പറയുന്നു ഈ പറഞ്ഞ രീതിയിലുള്ള ഈ പറഞ്ഞ മണ്ഡല പുനർനിർണയത്തിന്റെ പ്രശ്നങ്ങൾ അത് ഏത് തരത്തിലാണ് ബാധിക്കാൻ പോകുന്നത്, അതിനെ എങ്ങനെയാണ് തമിഴ്നാട് നേരിടാൻ പോകുന്നത്. എന്തായാലും അത് വളരെ കൃത്യമായി തന്നെ ഒരു പ്രചാരണ ആയുധമാക്കി എല്ലാവരും, അതിപ്പം മുഖ്യമന്ത്രി MK സ്റ്റാലിൻ മാത്രമല്ല എല്ലാ സ്ഥാനാർത്ഥികളും കൃത്യമായി പറഞ്ഞ് വോട്ട് ആക്കാൻ നോക്കുന്നതും നിലവിൽ അത് തന്നെയാണ്. മാത്രമല്ല സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗം പേരും ഇന്നലെയൊക്കെ കറുപ്പ് വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പ്രചാരണത്തിന് ഇറങ്ങുകയും ചെയ്തത്. എന്തായാലും ആ രീതിയിലാണ് DMK അതിനെ കാണുന്നത്. അത് വളരെ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ 2 ഇടങ്ങളിലാണ്, ദിണ്ടിഗലും അതുപോലെ തന്നെ ആണ്ടിപ്പട്ടിയിലുമാണ് മുഖ്യമന്ത്രിയുടെ പര്യടനം നടക്കുക. പറഞ്ഞ രീതിയിൽ ഉദയനിധി സ്റ്റാലിൻ ആണെങ്കിലും ആ മേഖലയിൽ തന്നെ കോയമ്പത്തൂരും നീലഗിരിയും അതുപോലെ കോയമ്പത്തൂർ, നീലഗിരി, തിരുപ്പൂർ തുടങ്ങിയ മേഖലകളിലാണ് ഉദയനിധി സ്റ്റാലിന്റെ പര്യടനം നടക്കുന്നത്. കമൽഹാസൻ ഇന്നു മുതൽ 4 ദിവസം ചെന്നൈയിലും കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലുമൊക്കെ പര്യടനം നടത്തും. ഇന്നിപ്പോൾ രാവിലെ ചെപ്പോക്ക്, അതായത് ഉദയനിധി സ്റ്റാലിന്റെ മണ്ഡലമായിട്ടുള്ള ചെപ്പോക്കിൽ നിന്നാണ് പര്യടനം തുടങ്ങുക. വില്ലിവാക്കത്ത് അവസാനിക്കുകയും ചെയ്യും. ആ രീതിയിലാണ് പര്യടനം പ്ലാൻ ചെയ്തിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളും ചെന്നൈയിലേക്ക് അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് എത്തും എന്നുള്ളതാണ് സൂചനകൾ. എന്തായാലും ഇനിയിപ്പോൾ വളരെ ചുരുങ്ങിയ ദിവസം, 5 ദിവസം, ഇന്ന് തൊട്ട് 5 ദിവസം മാത്രമാണ് പ്രചാരണത്തിന് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ തോതിലുള്ള പ്രചാരണം NDA ആണെങ്കിലും ശരി, ഈ പറഞ്ഞ രീതിയിൽ DMK ആണെങ്കിലും ശരി, ദേശീയ നേതാക്കളെ കൊണ്ടുവന്നുകൊണ്ടുള്ള അല്ലെങ്കിൽ ദേശീയ നേതാക്കളെ ഇറക്കിക്കൊണ്ടുള്ള പ്രചാരണത്തിനാണ് എന്തായാലും ഇപ്പോൾ നിലവിൽ മുൻകൈയെടുത്ത് പ്രചാരണം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി മനീഷ്, 23-ാം തീയതി തമിഴ്നാട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. 21-ന് പരസ്യപ്രചാരണം അവസാനിക്കും. ഈ അവസാന ലാപ്പിൽ തമിഴ്നാടിന് DMKക്ക് വീണ് കിട്ടിയ ഒരു പ്രചാരണായുധമാണ് ഈ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട ബില്ല്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.